നമസ്കാരം. സഹാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഏറ്റവും പ്രധാനമായ ഒരു ടോപ്പിക്, ഒരു വിഷയമാണ് നമ്മളിവിടെ ഇനി പഠിക്കാൻ പോകുന്നത്. അത് ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ ബന്ധപ്പെട്ട് അവരറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തന്നെ ഫുഡ് അലൈഡ് ലോസ് എന്ന് നമ്മുടെ സിലബസിൽ, PSCയുടെ സിലബസിൽ കാണുന്ന ഏറ്റവും പ്രധാനമായ ഒരു നിയമമാണ് നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 ആക്ട് നമ്പർ 34. 2006 ആക്ട് നമ്പർ 34 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് എന്ന് പറയുന്ന ഈ നിയമം. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ നടക്കുന്നതാണ്. ഇപ്പോൾ പലരെയും ഷവർമ കഴിച്ച് മെഡിക്കൽ കോളേജുകളിൽ എല്ലാ ആഴ്ചയിലും വരുന്ന ഭക്ഷ്യ വിഷബാധ ഏറ്റ് വരുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ട രീതി, എത്രയും സ്ട്രിക്റ്റായിട്ട് ആ നിയമങ്ങൾ പാലിക്കാനാണ്, അല്ലെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് നടപ്പിലാക്കുന്നുണ്ടോ, അത് നല്ല ഫുഡാണോ കൊടുക്കുന്നത്. കാരണം ഭരണഘടനയിലെ റൈറ്റ് ടു സേഫ് ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിക്കുവാനുള്ള അവകാശത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അത് ഉറപ്പ് വരുത്തുക എന്നാണ് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏത് നിയമമാണ് അവർക്ക് ആ പവർ അല്ലെങ്കിൽ അധികാരം നൽകുന്നതെന്ന് ചോദിച്ചാൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്റ്റാണ്. അപ്പോൾ ഈ ആക്റ്റിലെ പ്രത്യേകതകളും ഈ ആക്ടിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് നോക്കാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ശരിക്കും ഇതിന് മുമ്പ് ഒരു ആക്ട് ഉണ്ടായിരുന്നത് 1948 ഇതാണ് അഡൾട്രേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു ഫുഡ് അഡൾട്രേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1954 ആക്ട് നിലവിൽ വരുന്നത്. ഈ ആക്ട് പ്രകാരം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇതൊരു കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നൊരു കാര്യമാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ഇതിൽ നിയമം നിർമ്മിക്കാമെന്നാണ് കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ പ്രത്യേകത. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് 3 ലിസ്റ്റുകളുണ്ട്. അതിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും പാർലമെൻറ്റിനും നിയമം നിർമ്മിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം എന്താണ് ഇത് കാരണം ഈ പല സംസ്ഥാനങ്ങൾക്കും പാർലമെൻറ്റും വെവ്വേറെ നിയമങ്ങൾ വരുമ്പോഴെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഓരോ നിയമത്തിനൊരു ക്ലാരിറ്റി ഇല്ല. പല സംസ്ഥാനങ്ങൾക്കും പല രീതിയിലുള്ള ഫുഡിനെ സംബന്ധിച്ചുള്ള നിയമം, പാർലമെൻറ്റ് വേറെ രീതിയിലുള്ള ഒരു നിയമം. ഇതൊക്കെ കണ്ട് ആകെ ഒരു ലോയ്ക്ക് ഒരു ക്ലാരിറ്റി ഇല്ല, ഒരു ആംബിഗ്വിറ്റി ആയതുകൊണ്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ ലെജിസ്ലേഷൻ വേണ്ടത് എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954 വന്നു. അത് യൂണിയൻ ലെജിസ്ലേച്ചർ ആദ്യം കൊണ്ടുവന്നു ടു ടാക്കിൾ ദി പ്രോബ്ലം ഓഫ് ഫുഡ് അഡൾട്രേഷൻ വിച്ച് വാസ് റാമ്പൻറ്റ് ഇൻ ദി കൺട്രി. അതിനു മുമ്പ് പല പ്രവിശ്യകളിലൊക്കെ നിയമം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഫുഡ് അഡൾട്രേഷൻ ആക്ട് വന്നിട്ടും അവിടെ നിയമങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ദേ വേർ സെവറൽ ഡിഫക്ട്സ് ഇൻ ദ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട്. ഈ ഡിഫക്റ്റുകൾ പല സംസ്ഥാനങ്ങൾക്ക് ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ്? കാരണം ഒരു സെൻട്രൽ നിയമം വരുമ്പോൾ അത് ആ സംസ്ഥാനത്ത് നടപ്പാക്കുമ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിലൊരു ക്ലാരിറ്റിയുടെ കുറവ് ഉണ്ടായിരുന്നു അത്രേ. അപ്പോൾ അതുകൊണ്ട് തസ് ടു റിമൂവ് ദോസ് ഡിഫക്റ്റ് ആൻഡ് കൺസോളിഡേറ്റ് ദി ലോസ് റിലേറ്റിംഗ് ടു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ്. അപ്പം പലതായി കിടന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ടിടന്ന നിയമങ്ങൾ അതെല്ലാം ഏകീകരിച്ചും ഒരേ ഒരു നിയമം എല്ലാത്തിനെയും അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരാനായിട്ട് പാർലമെൻറ്റ് 2006 എനാക്ട് ചെയ്തതാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് എന്ന് പറയുന്നത്. FSSA അല്ലെ FSS ആക്ട് എന്ന് നമ്മൾ ചുരുക്കപ്പേരിൽ വിളിക്കുന്നത്. ഓഗസ്റ്റ് 23, 2006 ഇത് പാസ്സാക്കുന്നത്. പാർലമെൻറ്റ് ഈ നിയമം പാസ്സാക്കുന്നത്, ഈ ഫുഡ് സേഫ്റ്റി ആക്ട് പാസ്സാക്കുന്നത്. അത് ചേഞ്ച് ദ വേ ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് ഫുഡ് ഹാൻഡ്ലിംഗ് പ്രാക്ടീസസ് ബീങ് മോണിറ്റേർഡ് ഇൻ ഇന്ത്യ. ഭക്ഷ്യസുരക്ഷയും അല്ലെങ്കിൽ ഭക്ഷണം നിർമ്മിക്കുമ്പോൾ അത് പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഈ നിയമത്തിനകത്ത് സമഗ്രമായിട്ട് തന്നെ പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കണം അത് ചെയ്യേണ്ടത്, എത്രത്തോളം ശ്രദ്ധയോടുകൂടി, എത്രത്തോളം ക്വാളിറ്റി അഷർ ചെയ്യണം, എത്രത്തോളം സയൻറ്റിഫിക് പ്രോസസ്സിലൂടെ അത് കടന്നു പോകണം, ഒരു ഫുഡ് പാർട്ടിക്കിൾ, ഫുഡ് പ്രോസസ്സിങ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ നിയമത്തിനകത്ത് ഉണ്ട്. ഈ ആക്ട് ഈ ആക്ടിന് എന്ത് ചെയ്യുന്നു, 12 ചാപ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതിൽ ഇത് പ്രധാനപ്പെട്ട ഈ നിയമത്തിൻ്റെ ഇമ്പാക്റ്റ്, റൂൾസ്, റെഗുലേഷൻസ്, അതോറിറ്റീസ് ആരാണ്, ഈ നിയമത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് നടപ്പിലാക്കാനുള്ള അതോറിറ്റികൾ ഏതാണ് എന്നും പറയുന്നു. ഈ ആക്ട് നിലവിൽ വന്നതുകൊണ്ട് മുമ്പ് നിലനിന്നിരുന്ന ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഫുഡായിട്ട് റിലേറ്റ് ചെയ്ത നിയമങ്ങളെയൊക്കെ റിപ്പീൽ ചെയ്ത് കളഞ്ഞു. അതെങ്ങനെ റിപ്പീൽ ചെയ്യാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ, ഈ FSS ആക്ടിൻ്റെ അകത്ത് തന്നെ എന്താണ് സെക്ഷൻ 91 പാർലമെൻറ്റിന് മുമ്പേ നിലനിന്ന നിയമങ്ങൾ മാറ്റാനും പുതിയ റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് അധികാരം കൊടുക്കുന്നുണ്ട്. ഈ നിയമപ്രകാരം സെക്ഷൻ 91 പ്രകാരം എന്താണ് സെൻട്രൽ ഗവൺമെൻറ്റിന് നിയമങ്ങൾ, ഈ നിയമവുമായി അനുബന്ധപ്പെട്ട് കാലാനുസൃതമായിട്ട് റൂൾസൊക്കെ
ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, അത് കൊണ്ടുവരാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു വകുപ്പാണ് സെക്ഷൻ 91. അപ്പോൾ സെക്ഷൻ 91 വച്ച് കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരാം. ചിലപ്പം നേരത്തെ ഉണ്ടായിരുന്ന ആക്റ്റുകൾ റിപ്പീൽ ചെയ്യാനൊക്കെയുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ ഈ നിയമം FSS ആക്ട് നിലവിൽ വന്നതോടുകൂടി മുമ്പ് നിലനിന്നിരുന്ന കുറച്ച് നിയമങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഈ നിയമം നിലവിൽ വന്നപ്പോൾ എന്താ, നേരത്തെ ഉണ്ടായിരുന്ന പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് നമ്മൾ കണ്ടില്ലേ, ആ ആക്ട് 2006 വരെ ഉണ്ടായിരുന്ന ആ ആക്ട് എന്താണ്, 2006 FSS ആക്ട് വന്നപ്പോൾ മറ്റേ അഡൾട്രേഷൻ ആക്ട് അത് റിപ്പീൽ ചെയ്യപ്പെട്ടു. അതിൻ്റെ കൂടെ റിപ്പീൽ ചെയ്യപ്പെട്ടതാണ് സെവറൽ ഓർഡേഴ്സ് സച്ച് ആസ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഓർഡർ 1992, ദ ഫ്രൂട്ട് പ്രോഡക്ട്സ് ഓർഡർ 1955, ദ മീറ്റ് പ്രോഡക്ട്സ് ഓർഡർ 1973 എക്സെട്ര. ഇതെല്ലാം 2006 നിയമം വന്നതോടുകൂടി ഈ പ്രിവെൻഷൻ ഓഫ് അഡൾട്രേഷൻ ആക്റ്റും ഈ പറയുന്ന ഓർഡേഴ്സൊക്കെ അതൊക്കെ റിപ്പീൽ ചെയ്യപ്പെട്ടു. അതാണ് സെക്ഷൻ 91 പുതിയ റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. കാരണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ FSSAയിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, ഈ ആക്റ്റിൽ അഡ്രസ്സ് ചെയ്യുന്നുള്ളത് കൊണ്ട് ഇത്രയും പലതായി കിടന്ന ഈ നിയമങ്ങളൊക്കെ റിപ്പീൽ ചെയ്യപ്പെട്ടു എന്നാണ് ഇപ്പം നമുക്കുള്ളത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് മാത്രമാണ്. ഇനി ഏതൊരു നിയമത്തിനും ഒരു ലക്ഷ്യമുണ്ടാകും. എന്തിനാണ് ഈ നിയമം, എന്താണ് നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ നിയമത്തിൻ്റെ അകത്ത വകുപ്പുകൾ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ഈ നിയമം ഉദ്ദേശിക്കുന്നതെന്ന് പ്രധാനമായിട്ട് നോക്കാം. ഇതിലെ പ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ആക്ട് ടു കൺസോളിഡേറ്റ് ദി ലോസ് റിലേറ്റിംഗ് ടു ദ ഫുഡ് ആൻഡ് ടു എസ്റ്റാബ്ലിഷ് എ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ആക്ട് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്, പലതായി കിടന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഫുഡ് പ്രോഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, അതിനെയൊക്കെ ഏകീകരിച്ച് കൺസോളിഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ടു എസ്റ്റാബ്ലിഷ് ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, FSSAI അല്ലേ, അത് ഏറ്റവും പ്രധാനമാണ് ഈ നിയമത്തിൻ്റെ ഉദ്ദേശം വെച്ച് പറയുമ്പോൾ, ഒബ്ജക്റ്റീവ് വെച്ച് പറയുമ്പോൾ. ഫോർ ലേയിങ് ഡൗൺ സയൻസ് ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ആർട്ടിക്കിൾസ് ഓഫ് ഫുഡ്. എന്തിനാണ് FSSAI കൊണ്ടുവരുന്നത്? ഫോർ ലേയിങ് ഡൗൺ ശാസ്ത്രപരമായ എന്താണ്, ഒരു ശാസ്ത്രീയമായ ഒരു മെത്തേഡിലൂടെ ഫുഡ് ആർട്ടിക്കിൾസിൻ്റെ അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട്, അതിനൊക്കെ വേണ്ടിയും പിന്നെ ടു regulate their manufacture, storage, distribution, sale and import, to ensure availability of safe and wholesome food for human consumption and for matters connected therewith or incidental thereto. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ടത്. എന്താണ് ഇതിൽ ഈ നിയമത്തിൻ്റെ ആദ്യത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ടു കൺസോളിഡേറ്റ് ദി ലോസ് റിലേറ്റിംഗ് ടു ഫുഡ്, ഭക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഏകീകരിക്കുക. 1. 2. ടു എസ്റ്റാബ്ലിഷ് FSSAI ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്തിനാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഫോർ ലേയിങ് ഡൗൺ സയൻസ് ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ആർട്ടിക്കിൾസ് ഓഫ് ഫുഡ് ആൻഡ് ടു റെഗുലേറ്റ് മാനുഫാക്ചർ, സ്റ്റോറേജ്, സയൻസ് ബേസ്ഡ് ആർട്ടിക്കിൾ ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ആർട്ടിക്കിൾസ് ഓഫ് ഫുഡ്, ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ്, ഭക്ഷണം, ഫുഡ് പ്രോസസ്, ഫുഡ് പ്രോഡക്ട്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഡിറ്റർമിൻ ചെയ്യാനും, കൂടാതെ ടു റെഗുലേറ്റ് ദെയർ മാനുഫാക്ചർ, ഫുഡ് മാനുഫാക്ചറിങ്, അതിൻ്റെ സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ, സെയില്, ഇമ്പോർട്ട്, മാത്രമല്ല ടു എൻഷുർ അവൈലബിലിറ്റി ഓഫ് സേഫ് ആൻഡ് ഹോൾസം ഫുഡ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. സുരക്ഷ ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ചിട്ട് മനുഷ്യന് സ്വീകരിക്കാനായിട്ട് അവന് സ്വീകരിക്കാനായിട്ടുള്ള സുരക്ഷയോടുകൂടെ അത്രയും സേഫായിട്ടുള്ളത് എന്നുവെച്ചാൽ വേറെ കണ്ടാമിനൻ്റ് ഒന്നുമില്ലാതെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ആഹാരമാണ് നമ്മൾ സസ്റ്റെയിൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സസ്റ്റനൻസിന് അതിനും അഡൾട്രേറ്റഡ് ആയ ഫുഡോ വിഷാംശങ്ങളുണ്ടോ ഫുഡോ പഴകിയമായ ആഹാരം അതൊന്നും അങ്ങനെയല്ല ഒരു ഹ്യൂമൻ ബീങ്സിന് ലഭിക്കേണ്ടത്, അല്ലെങ്കിൽ മനുഷ്യർക്ക് ലഭിക്കേണ്ടത്. ഭക്ഷണം എപ്പോഴും അത് പ്യുവർ ആൻഡ് സേഫ് ആയിട്ട് തന്നെ എല്ലാവരിലേക്കും ഹോൾസം ഓഫ് ഫുഡ്, അപ്പം അത് എല്ലാവരിലേക്കും സുരക്ഷിതമായൊരു ഭക്ഷണം എല്ലാവരിലേക്കും എത്തണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി അതിനും വേണ്ടിയും പിന്നെ റൂൾസ് റെഗുലേഷൻസ് നിർമ്മിക്കുകയാണ്. എന്തിനു വേണ്ടി? ആ ഫുഡിൻ്റെ സ്റ്റോറേജ്, കൺസപ്ഷൻ, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ, സെയിൽ ആൻഡ് ഇമ്പോർട്ട്, പിന്നെ ഈ പറയുന്ന മാനുഫാക്ചർ, അതെല്ലാത്തിനും വേണ്ടി റെഗുലേഷൻസ് കൊണ്ടുവരിക. ഇതെന്താണ്? സയൻസ് ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുക. പിന്നെ ടു പ്രൊവൈഡ് ആൻഡ് ടു എൻഷുർ അവൈലബിലിറ്റി, അതിൻ്റെ ലഭ്യത, സുരക്ഷിതമായ ഭക്ഷണത്തിൻ്റെ ലഭ്യത
ഉറപ്പാക്കുക എന്നാണ് ഈ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത്. ആൻഡ് ഫോർ മാറ്റേഴ്സ് കണക്റ്റഡ് ദെയർ വിത്ത് ഓർ ഇൻസിഡൻറ്റൽ ദെയർ ടു. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളിലും കൂടി ഈ നിയമം ലക്ഷ്യം വയ്ക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചുരുക്കി നമുക്ക് പോയിന്റ് വൈസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്താണ് ഈ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്? ടു ഹാവ് എ സിംഗിൾ ലോ റിലേറ്റിംഗ് ടു ഫുഡ്. സിംഗിൾ ലോ എന്ന് കൺസോളിഡേറ്റഡ് എന്ന് പറയുന്നത് അതാണ്, കൺസോളിഡേറ്റഡ് എന്ന് പറയുന്നതാണ് സിംഗിൾ ലോ എന്ന് നമ്മൾ പറയുന്നത്. ഒരു മതി, പല പല നിയമമായിട്ട് കിടന്നത് ഒന്നായി. പിന്നെ രണ്ടാമത് എന്തായിരുന്നു? എസ്റ്റാബ്ലിഷ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, FSSAI അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ടാവും അത്. പിന്നെ ലേ ഡൗൺ സയൻസ് ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ നേരത്തെ നോക്കിയത്. പിന്നെയോ എഫക്റ്റീവ്ലി റെഗുലേറ്റ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. ഓക്കെ. പിന്നെ എൻഷുർ അവൈലബിലിറ്റി ഓഫ് സേഫ് ആൻഡ് ഹോൾസം ഫുഡ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഇത്രയും എളുപ്പമാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. വാട്ട് ഈസ് ദി മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. കാരണം ഡെഫിനിഷൻസ് വരെ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ നോക്കുമ്പം ഇതിൻ്റെ നിർവചനം എന്താണ്, ഈ ആക്ടിൻ്റെ ഉദ്ദേശം, പിന്നെ പ്രധാനമായ സെക്ഷൻസൊക്കെ ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ആ ഡെഫിനിഷൻ നിങ്ങൾ അറിയണം. ആ ഡെഫിനിഷനിലെ പാർട്ടായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഡെഫിനിഷൻ വൈസ് ടു ഹാവ് എ സിംഗിൾ ലോ റിലേറ്റിംഗ് ടു ഫുഡ്, കൺസോളിഡേറ്റഡ് എന്ന അർത്ഥം. പിന്നെ എസ്റ്റാബ്ലിഷ് ഫുഡ് സേഫ്റ്റി ആൻഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, യെസ്. ലേ ഡൗൺ സയൻസ് ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ്, യെസ്. പിന്നെ എഫക്റ്റീവ്ലി റെഗുലേറ്റ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അതിലെന്തൊക്കെ മാനുഫാക്ചറിങ് കണ്ടു, സ്റ്റോറേജ് കണ്ടു, പിന്നെ എന്താണ് ഇമ്പോർട്ട്, സെയിൽ, ഇതൊക്കെയാണ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട്. അത് ചുരുക്കി ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. എഫക്റ്റീവ്ലി റെഗുലേറ്റ് എന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, റെഗുലേറ്റ്. പിന്നെയോ എൻഷുർ അവൈലബിലിറ്റി ഓഫ് സേഫ് ആൻഡ് ഹോൾസം ഫുഡ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. പിന്നെ ഈ ആക്ടിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഫുഡിനെ നിർവചിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ആഹാരം എന്ന് പറയുന്നതിനെ നിർവചിച്ചിട്ടുണ്ട്. അപ്പം ഈ ആഹാരത്തിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇതിനകത്ത് വരുന്ന എല്ലാം എന്ന് വെച്ചാൽ ഏകദേശം എല്ലാ തരത്തിലുള്ള ഭക്ഷണത്തെയും ഈ ആക്ട് കവർ ചെയ്യുന്നു എന്നാണ്. അപ്പം ഈ ആക്ടിൻ്റെ വ്യാപ്തി ഈ പറയുന്ന ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ ഈ ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഉൾപ്പെടുന്നു എന്ന് നമുക്ക് പറയാം. അപ്പം എന്താണ് അതിനകത്ത് ഫുഡ് എന്ന ഡെഫിനിഷനിനകത്ത് നിന്നാണ് ഇതിൻ്റെ സ്കോപ്പ് നമുക്ക് മനസ്സിലാകുക. ഫുഡ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രൈമറി ഫുഡ് എന്ന് പറയും. നമ്മൾ ഡെഫിനിഷൻ അല്ലാതെ തന്നെ പഠിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ. ഫുഡ് എന്നും പ്രൈമറി ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫർദർ പ്രോസസ്സിംഗ് ഒന്നും ഇല്ലാതെ വേറെ ചൂടാക്കിയോ ഒന്ന് പച്ചയ്ക്ക് റോ ആയിട്ട് കഴിക്കുന്നതിന് പ്രൈമറി ഫുഡ് എന്ന് നമ്മൾ പറയാം. പിന്നെ അൺപ്രോസസ്ഡ് അല്ലെങ്കിൽ സെമി പ്രോസസ്ഡ് ഓർ പ്രോസസ്ഡ് ഫുഡ്, പ്രോസസ്സിങ്ങിലൂടെ വന്നത്. ജനറ്റിക്കലി എൻജിനീയർഡ് ഫുഡ് അല്ലേ, ജനിതകമായി ഡെവലപ്പ് ചെയ്ത ആഹാരങ്ങൾ. ഓർഗാനിക് ഫുഡ് ഉണ്ട്, ഓർഗാനിക് സബ്സ്റ്റൻസ്. പിന്നെ സബ്സ്റ്റൻസസ് ആൻഡ് വാട്ടർ യൂസ്ഡ് ഇൻ ഫുഡ് പ്രിപ്പറേഷൻ, ആഹാരം ഉണ്ടാക്കാനായിട്ട് അതിനുപയോഗിക്കുന്ന വസ്തുക്കളും പിന്നെ വെള്ളം, അതിൻ്റെ കാര്യം. പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ, ഈ ഫുഡിൻ്റെ ഡെഫിനേഷനിൽ പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ വരുമോ, ആഹാരത്തിൻ്റെ അകത്ത് വെള്ളം വരുമോ എന്നൊരു ചോദ്യം ചിലപ്പോൾ ഡൗട്ടൊക്കെ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഡൗട്ടൊന്നും വേണ്ട. ബിക്കോസ് പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടറും എന്താണ് fall under the purview of the act. But it however excludes, നേരത്തെ ലിസ്റ്റ് ഒന്നും കൂടി കാണണം. പ്രൈമറി ഫുഡ്, അൺപ്രോസസ്ഡ്, സെമി പ്രോസസ്ഡ്, പ്രോസസ്ഡ്, പിന്നെ ജനറ്റിക്കലി എൻജിനീയർഡ്, ജനിതകമായി ഡെവലപ്പ് ചെയ്യുമല്ലോ, ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഒക്കെ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യുന്ന. പിന്നെ ഓർഗാനിക് ഫുഡ് ഉണ്ടാവും. പിന്നെ സബ്സ്റ്റൻസസ് ആൻഡ് വാട്ടർ യൂസ്ഡ് ഇൻ ഫുഡ് പ്രിപ്പറേഷൻ, പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ fall under this purview of the definition of the scope എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഫുഡിൻ്റെ ഡെഫിനിഷനാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള ഡെഫിനിഷനാണ് ഈ പറയുന്നത്. ഇത്രയും കാറ്റഗറി അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് എന്ത് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നു എന്നും കൂടി നോക്കാം. അതെന്താണ് എക്സ്ക്ലൂഡ് ചെയ്തിട്ട്? എക്സ്ക്ലൂഡ് അനിമൽ ഫീഡ്, മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണം, ലൈവ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് പ്രയർ ടു ഹാർവെസ്റ്റിംഗ് ഫ്രം ഇറ്റ് സ്കോപ്പ്. നോക്കൂ, ഇത് എക്സ്ക്ലൂഡ് തന്നെ പ്രധാനപ്പെട്ടത്. വിളവെടുക്കുന്നതിന് മുമ്പുള്ള ചെടികൾ അത് ഈ ഫുഡിൻ്റെ അകത്ത് വരുന്നില്ല. പിന്നെ എക്സ്ക്ലൂഡ് അനിമൽ ഫീഡ്, മൃഗങ്ങൾക്ക് കൊടുക്കുന്ന അതിൻ്റെയായിട്ട് ബന്ധപ്പെട്ടതും. ലൈവ് അനിമൽസ്, എന്താ ജീവനോടെയുള്ള മൃഗങ്ങൾ, അതൊന്നും ഇതിൻ്റെ ഭാഗത്ത്
വരുന്നില്ല. ദ പ്രൊവിഷൻ ഓഫ് ആക്ട് ഓൾസോ ഡു നോട്ട് അപ്ലൈ ടു എനി ഫാർമർ ഓർ ഫാമിംഗ് ഓപ്പറേഷൻസ് ഓർ ക്രോപ്സ് ഓർ ലൈഫ് സ്റ്റോക്ക് ആൻഡ് സപ്ലൈസ് യൂസ്ഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഫാമിംഗ് ഓർ പ്രോഡക്ട്സ് ഓഫ് ക്രോപ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫാർമർ അറ്റ് എ ഫാം ലെവൽ. ഫാമിംഗ് ലെവൽ അല്ലെങ്കിൽ ഫാം ലെവലിലുള്ള അല്ലെങ്കിൽ കൃഷി സംബന്ധമായിട്ട് കൃഷി ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ ആ ഒരു ലെവലിൽ ഉൽപ്പാദിക്കുന്ന ക്രോപ്പോ ആൻഡ് ലൈഫ് സ്റ്റോക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട സപ്ലൈസോ അതിനെയൊന്നും ഇത് എക്സ്ക്ലൂഡ് ചെയ്യുന്നു, ഫുഡിൻ്റെ ഡെഫിനേഷനിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പം ലൈവ് അനിമൽസ്, അനിമൽ ഫീഡ്സ്, പ്ലാന്റ്സ് പ്രയർ ടു ഹാർവെസ്റ്റിംഗ് അത് ആദ്യം ഓർക്കുക. പിന്നെ ഫാമിംഗ് ഓർ ഫാർമർ ഓപ്പറേഷൻസിൻ്റെ അകത്ത് വരുന്ന ക്രോപ്സോ ലൈഫ് സ്റ്റോക്കോ അതുമായിട്ട് ബന്ധപ്പെട്ട സപ്ലൈസിനോ ഒന്നും ഈ ഫുഡിൻ്റെ ഡെഫിനിഷൻ ഈ ആക്ട് ബാധിക്കുന്നില്ല എന്ന് പ്രത്യേകം ഓർക്കുക. ഇതാണ് എൻ്റെ പ്രധാനമായ സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ സ്കോപ്പ് കണ്ടതിന് ശേഷം ഈ ആക്ടിലെ പ്രധാനമായ എലമെൻറ്റ്സിലേക്ക് നമുക്ക് കിടക്കാം. അതിൽ ആദ്യം പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻ്റ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ ആക്ടിൻ്റെ ചുരുക്കപ്പേര്, ഏതുവരെ ഉണ്ട്, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ദ ആക്ട് മേ ബി കോൾഡ് ആസ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട്. ഈ നിയമത്തിൻ്റെ പേര് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് എന്നാണ്. ഹോൾ ഓഫ് ഇന്ത്യയാണ്, ഇന്ത്യ മുഴുവനായിട്ടിത് ഉണ്ട്. ജമ്മു കാശ്മീർ എക്സെപ്റ്റ് ജമ്മു കാശ്മീർ എന്നൊക്കെ അതൊക്കെ പഴയത്. ഇപ്പോൾ ഹോൾ ഓഫ് ഇന്ത്യ, ഭാരതം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനായിട്ട് അതുണ്ട്. It shall come into force on such date as the central government may, by notification in the official gazette, appoint and different dates may be appointed for different provisions of this act. നമുക്ക് ഈ ആക്ട് പ്രാബല്യത്തിൽ വന്നത് എന്ന് പൂർണ്ണമായി നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം ഈ നിയമത്തിലെ പല വകുപ്പുകളും പല സെക്ഷൻസും പിന്നെയും ഒക്കെ ആയിട്ടാണ് നിലവിൽ വന്നത്. അപ്പം ഈ ആക്ട് നിലവിൽ വന്നപ്പോൾ ആദ്യത്തെ 17 സെക്ഷൻസ് അത് ഓക്കെ, അത് ഈ നിയമം നിലവിൽ വന്നപ്പോൾ ആ സമയം തന്നെ ഇത് പ്രാബല്യത്തിൽ വരുന്നു. പിന്നെയുള്ള കുറച്ച് സെക്ഷൻസ് ഇത്ര 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും. പിന്നെയുള്ള സെക്ഷൻസ് അതെത്താണ് ഇന്ന ഡേറ്റിൽ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് പല പല ഡേറ്റുകൾ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഇന്ന ഒറ്റ ഡേറ്റിലാണ് ഈ നിയമം മുഴുവനായിട്ട് പ്രാബല്യത്തിൽ വരുന്നത് എന്ന് പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഡിഫറെൻ്റ് ആണ് ഓരോ സെക്ഷൻസും അതിന് വന്ന ഡേറ്റൊക്കെ വരുന്നത്. പ്രാബല്യത്തിൽ വന്നതിൻ്റെ പല പല തീയതികളായിട്ടാണ് വന്നത്. അപ്പം അതുകൊണ്ട് ഒരു പ്രത്യേകമായൊരു തീയതി നമുക്ക് പറയാൻ സാധിക്കുന്നില്ല, പ്രാബല്യത്തിൽ വന്നതിൻ്റെ തീയതി നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. പിന്നെ പാസ് ചെയ്തത് നമ്മൾ പറഞ്ഞു ഓഗസ്റ്റ് 23, 2006 പാർലമെൻറ്റ് പാസ്സാക്കി ഗസറ്റ് വിജ്ഞാപനം വഴി ഈ നിയമം നിലവിൽ വരുന്നത്. പിന്നെ ഡിക്ലറേഷൻ ആസ് ടു എക്സ്പീഡിയൻസി ഓഫ് കൺട്രോൾ ബൈ ദ യൂണിയൻ, അത് സെക്ഷൻ 2 ആണ്. സെക്ഷൻ 2 ഇത് പ്രത്യേകം പറയുന്നു, ഇറ്റ് ഈസ് ഡിക്ലെയർ ദാറ്റ് ഇറ്റ് ഈസ് എക്സ്പീഡിയൻറ്റ് ഇൻ ദി പബ്ലിക് ഇൻട്രസ്റ്റ് ദാറ്റ് ദ യൂണിയൻ ഷുഡ് ടേക്ക് അണ്ടർ ഇറ്റ്സ് കൺട്രോൾ ദി ഫുഡ് ഇൻഡസ്ട്രി. ഫുഡ് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ സ്റ്റാൻഡേർഡ്സൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് യൂണിയനാണ് അത് ഏറ്റെടുക്കേണ്ടതാണ്. ഇറ്റ് ഈസ് ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഇറ്റ് ഈസ് എക്സ്പീഡിയൻറ്റ് ഇൻ ദി പബ്ലിക് ഇൻട്രസ്റ്റ്, പൊതുജന താല്പര്യാർത്ഥം ദ യൂണിയൻ ഷുഡ് ടേക്ക് അണ്ടർ ഇറ്റ്സ് കൺട്രോൾ ദ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പ്രത്യേകം പറയുന്നു. സെക്ഷൻ 2 ഡിക്ലറേഷൻ ആസ് ടു എക്സ്പീഡിയൻസി ഓഫ് കൺട്രോൾ ബൈ ദി യൂണിയൻ എന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് നമുക്കിതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി ഭാഗമായിട്ട്, ഈ ആക്ടിൻ്റെ ഇൻട്രൊഡക്ടറി ഭാഗമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്കിതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം കേട്ട ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇതിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വർക്ക് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് പ്രോംപ്റ്റഡ് ദി എനാക്ട്മെൻറ്റ് ഓഫ് ദ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട്? ഫുഡ് അഡൾട്രേഷൻ ആക്റ്റാണ് 954 ഫുഡ് അഡൾട്രേഷൻ ആക്ട് നിലവിൽ വരാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നാണ് പറയുന്നത്. ലാക്ക് ഓഫ് ഫുഡ് സേഫ്റ്റി ലോ ആണോ, വേരിയൻസ് ഇൻ സ്റ്റേറ്റ് ലോസ് റെഗുലേറ്റിംഗ് ഫുഡ് ക്വാളിറ്റി, ഇൻക്രീസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, നൺ ഓഫ് ദി അബോവ്? പ്രധാനമായ കാരണമെന്ന് പറയുന്നത് വേരിയൻസ് ഇൻ സ്റ്റേറ്റ് ലോസ് റെഗുലേറ്റിംഗ് ഫുഡ് ക്വാളിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 വാസ് എനാക്റ്റഡ്. എന്തിനാണ് എനാക്ട് ചെയ്തത് എന്നാണ് ചോദ്യം. ഒബ്ജക്റ്റീവാണ് ചോദിച്ചിരിക്കുന്നത്. ടു റെഗുലേറ്റ് ദ സെയിൽ ഓഫ് ഫുഡ്, to consolidate the laws relating to food safety and standards,
എസ്റ്റാബ്ലിഷിംഗ് ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒൺലി ഡിക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ. ഏതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ എന്നാണ് ചോദ്യം. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ വരുന്നത് കൺസോളിഡേറ്റ് ദി ലോസ് റിലേറ്റിംഗ് ടു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഇത് നമുക്ക് തോന്നും എസ്റ്റാബ്ലിഷ് ദി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഒള്ളി എന്നൊരു വാക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണോ ഈ നിയമം വന്നത്? അല്ല. കൺസോളിഡേറ്റ് ദി ലോസ് റിലേറ്റിംഗ് ടു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്നാണ് ഇതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് വെയർ റിപ്പീൽഡ് ബൈ ദി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ആക്ട് 2006? 2006 നിയമം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് നിലവിൽ വന്ന ശേഷം ഏതൊക്കെ ആക്റ്റാണ് റിപ്പീൽ ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ എടുത്തു കളയപ്പെട്ടത് എന്നാണ് ചോദ്യം. ഇതിൽ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് ആണോ, ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ ആക്ട് ആണോ, അല്ലെങ്കിൽ രണ്ടുമാണോ, അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലേ? ഏതാണ് ചോദ്യം എന്നാണ്, ഏതാണ് ഓപ്ഷൻ എന്നാണ് ചോദ്യം. കറക്റ്റായ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം, ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബോത്ത് എ ആൻഡ് ബി. ഈ നിയമം നിലവിൽ വന്നതോടുകൂടി പല ഓർഡേഴ്സും ഈ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് എന്ന 1954 ആക്റ്റും റിപ്പീൽ ചെയ്യപ്പെട്ടു. പിന്നെ വരുന്നത് വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട്? മെയിൻ ഒബ്ജക്റ്റീവ്, ഇത് കേട്ടിട്ടൊരു മെയിൻ ഒബ്ജക്റ്റീവ് ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. നോക്കൂ, ശരിക്കുമുള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ത്? ടു ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ, to regulate the use of agricultural land, to ensure the availability of safe and wholesome food for human consumption, to promote food exports. ഏതാണ് കറക്റ്റായിട്ട് ആൻസർ? നിങ്ങൾക്കറിയാം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ടു എൻഷുർ ദി അവൈലബിലിറ്റി ഓഫ് സേഫ് ആൻഡ് ഹോൾസം ഫുഡ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. അപ്പം 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് നോക്കുമ്പം കൺസോളിഡേറ്റ് എന്ന് ഓർക്കുക, നിയമങ്ങൾ കൺസോളിഡേറ്റ്, ഫുഡ് സേഫ്റ്റി ലോസ് കൺസോളിഡേറ്റ് ചെയ്യുക, എസ്റ്റാബ്ലിഷ് എന്ന് നോക്കുക, ഈ 3 കീവേഡ്സ്. എസ്റ്റാബ്ലിഷ് എന്ന് നോക്കുക, പിന്നെ എൻഷുർ. ഈ 3 കീവേഡ്സും കിട്ടിയാൽ നമ്മുടെ ഒബ്ജക്റ്റീവ് കറക്റ്റായിട്ട് നമുക്ക് നിൽക്കും. ഈ എസ്റ്റാബ്ലിഷ് വരുമ്പോൾ അതിനകത്ത് റെഗുലേറ്റ് എന്നൊരു കാര്യം കൂടി വരും. എസ്റ്റാബ്ലിഷ് എന്താണ്? FSSAI അല്ലേ? അപ്പോൾ അവരെന്ത് ചെയ്യും? റെഗുലേറ്റ് ചെയ്യും. ഓക്കെ. പിന്നെ എന്ത് ചെയ്യണം? എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് സേഫ് ആൻഡ് ഹോൾസം ഫുഡ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഓക്കെ. അടുത്തത്, വിച്ച് അതോറിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006? ഈസി ക്വസ്റ്റ്യൻ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഫുഡ് കോൺഗ്രസും അല്ല, സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനും അല്ല, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ. നെക്സ്റ്റ്, which of the following is not covered under the scope of Food Safety and Standards Act? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരാത്തത് ഏത് എന്നാണ് ചോദ്യം. പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ ആണോ, അനിമൽ ഫീഡാണോ, പ്രോസസ്ഡ് ഫുഡാണോ, ജനറ്റിക്കലി എൻജിനീയർഡ് ഫുഡാണോ? ഏതാണ് എൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസറാണ്? പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ, ഞാൻ പറഞ്ഞ ഫുഡിൻ്റെ ഡെഫിനിഷനിൽ വെള്ളം വരുമോ ഇല്ലയോ എന്നൊരു സംശയം വരാം, പക്ഷേ പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടറിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അനിമൽ ഫീഡ് മൃഗങ്ങൾക്കായി കൊടുക്കുന്ന അനിമൽ ഫീഡ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഭക്ഷണങ്ങൾ അതുണ്ടോ? പ്രോസസ്ഡ് ഫുഡ്, മാനുഫാക്ചറിങ് പ്രോസസ്സിങ് ഫുഡ്, അതിന് പ്രോസസ്ഡ്, അൺപ്രോസസ്ഡ്, സെമി പ്രോസസ്ഡ് എന്ന് ഫുഡ് കാറ്റഗറി വരുന്നതായിട്ട് കണ്ടു. ജനറ്റിക്കലി എൻജിനീയർ ഫുഡ്, അത് ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ ഉള്ളതല്ലേ, അപ്പോൾ എങ്ങനെ അത് ഈ ഒരു ഓപ്ഷനകത്ത് വരുമോ എന്നൊരു ഡൗട്ട് വരും. പക്ഷേ നമ്മൾ കണ്ടു ആ ലിസ്റ്റ്, ഫുഡിൻ്റെ ഡെഫിനിഷനിൽ ഇങ്ങനെ കണ്ടു, ബയോ അല്ലെങ്കിൽ എന്താണ് ജനറ്റിക്കലി എൻജിനീയർ ഫുഡും ഉണ്ടായിരുന്നു. അപ്പോൾ അത് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ഏതാ ഉണ്ടായിരുന്നത്? അനിമൽ ഫീഡ് എന്ന് പറയുന്നതാണ് എക്സ്ക്ലൂഷനായിട്ട് പറയുന്നത്. അപ്പോൾ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് അനിമൽ ഫീഡ് ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, എന്താ പറയുന്നത് നോക്കൂ. ഈ ഫുഡ് സേഫ്റ്റി ആക്ട് എപ്പോഴാണ് നിലവിൽ വന്നത് എന്നാണ് ചോദ്യം. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇറ്റ്സ് എനാക്ട്മെൻറ്റ് ഓൺ എ ഡേറ്റ് സ്പെസിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഇൻ 2004 ഇൻ 1954. ഏതാണ്? ഞാൻ പറഞ്ഞു പല സെക്ഷൻസും പല സമയത്താണ് പ്രാബല്യത്തിൽ വന്നതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഓൺ എ ഡേറ്റ് സ്പെസിഫൈഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. ഈ ആക്റ്റിൽ പറയുന്നത്, പ്രാബല്യത്തിൽ വരുന്നതിനെ സംബന്ധിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഓൺ ഡേറ്റ് സ്പെസിഫൈഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് എന്നാണ്. 54 വന്നത് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് ആണ്, അത് റിപ്പീൽ ചെയ്യപ്പെട്ടു എന്നും ഓർക്കുക. ഫുഡ് സേഫ്റ്റി ആക്ട്. അടുത്തത്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട്
എന്ന അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്ന് ചോദ്യം വരാം. ചിലപ്പോൾ നമുക്ക് തോന്നും അർബൻ ഏരിയയിലാണ് ഇപ്പോൾ ഫുഡ് പ്രോസസ്സിങ് മറ്റു കാര്യങ്ങൾ അവിടെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നാം. അല്ല. റൂറൽ ഏരിയസിൽ മാത്രമാണോ? അല്ല. ഹോൾ ഓഫ് ഇന്ത്യ, ജമ്മു കാശ്മീർ എല്ലാം ഉൾപ്പെടുന്നു. ഹോൾ ഓഫ് ഇന്ത്യയിലാണ് എന്താണ് ഈ ആക്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഹോൾ ഓഫ് ഇന്ത്യ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഡിക്ലെയർഡ് ആസ് ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട്? നിങ്ങൾ തന്നെ പറയണം. പ്രൊമോട്ട് organic farming, to lay down science-based standards for articles of food, to increase food export, to deregulate the food industry. ഏതായിരിക്കും? എന്താണ് ഇതിൻ്റെ ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഡിക്ലെയർ ഒബ്ജക്റ്റീവ്, എയിം എന്ന് കാണാം, പല രീതിയിലും കാണാം. പക്ഷേ എന്ത് വാക്ക് വന്നാലും അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് ഒരു ലക്ഷ്യമെന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഡെഫിനിഷൻ നിങ്ങളുടെ മനസ്സിലൂടെ വരിക. അതിൽ വന്ന വാക്കുകളൊന്ന് ഓർക്കുക. എന്നിട്ട് അതിനെ നമ്മൾ റീവർക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടും. ഇപ്പോൾ ഇത് നമുക്കറിയാം. ആദ്യത്തെ വാക്ക് കൺസോളിഡേറ്റ്, എസ്റ്റാബ്ലിഷ്, എൻഷുർ അല്ലേ? അപ്പോൾ എസ്റ്റാബ്ലിഷ് എന്താ? ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അവരെന്താ ചെയ്യേണ്ടത്? ടു ലേ ഡൗൺ ദ സയൻസ് ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ആർട്ടിക്കിൾസ് ഓഫ് ഫുഡ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ടു ലേ ഡൗൺ സയൻസ് ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ആർട്ടിക്കിൾസ് ഓഫ് ഫുഡ് എന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് ദ പ്രൊവിഷൻസ് ഓഫ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആക്ട് ഡസ് നോട്ട് അപ്ലൈ ടു. അപ്ലൈ ചെയ്യാത്തത് ഏതാണ്? പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ, എനി ഫാർമർ ഓർ ഫാമിംഗ് ഓപ്പറേഷൻസ്, ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്, റെസ്റ്റോറൻറ്റ്സ് സെർവിങ് ഫുഡ്. ഹോട്ടലിൽ കിട്ടുന്ന ഭക്ഷണത്തിൽ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ആണോ? പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ ആണോ? അല്ല. ഈ ആക്ട് ആപ്ലിക്കബിൾ അല്ലാത്തത് എനി ഫാർമർ ഓർ ഫാമിംഗ് ഓപ്പറേഷൻസ്. അതിലെ ആക്ടിൽ പ്രത്യേകം എടുത്ത് പറയുന്നുമുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആക്ട് നിലവിൽ വന്ന ശേഷം എടുത്തു മാറ്റപ്പെട്ട നിയമം ഏത് എന്നാണ്. അപ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ള ആ നിയമത്തിൻ്റെ പേര് അറിയാമെങ്കിൽ മാത്രമേ നമുക്കത് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നോക്കൂ, എന്താണ്? മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഓർഡർ ആണോ? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ഓർഡർ ഉണ്ടോ? വാട്ടർ പ്രിസർവേഷൻ ആക്ട് എന്ന ആക്റ്റാണോ? അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആക്ട് എന്ന് പറയുന്ന ആക്റ്റാണോ മാറ്റിയത്? ഏത് ആക്റ്റാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉത്തരമായിട്ട് വരിക? ദ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഓർഡർ 1992 ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസറായിട്ട് വരിക. സെക്ഷൻ 91ൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദ്യം. നിങ്ങൾ തന്നെ അത് പറയാൻ പറ്റും. ഫുഡ് പ്രോഡക്ട്സ് ഡിഫൈൻ ചെയ്യുന്നതാണോ? സെൻട്രൽ ഗവൺമെൻറ് റൂൾ മേക്കിംഗ് ആയിട്ടാണോ? ഫുഡ് സേഫ്റ്റി അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണോ? അതോ പെനാൽറ്റി ആക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പിഴശിക്ഷയെ സംബന്ധിച്ച് പറയുന്നതാണോ? സെക്ഷൻ 91 എന്നാണ് ചോദ്യം. ക്ലാസ്സിൽ ശ്രദ്ധിച്ചുവെങ്കിൽ അത് കേട്ടുവെങ്കിൽ പറയാൻ സാധിക്കും. എന്താണ്? ഇറ്റ് എംപവേഴ്സ് ദി സെൻട്രൽ ഗവൺമെൻറ് ടു മേക്ക് റൂൾസ് അണ്ടർ ദി ആക്ട്. സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ നിയമം അനുസരിച്ചിട്ടുള്ള കാലാനുസൃതമായിട്ട് റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കൊണ്ടുവരാനൊക്കെ സാധിക്കും എന്നാണ് പറയുന്നത്. 91 സെക്ഷൻ 91 ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇറ്റ് എംപവേഴ്സ് സെൻട്രൽ ഗവൺമെൻറ് ടു മേക്ക് റൂൾസ് അണ്ടർ ദി ആക്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആക്ട് വാസ് എനാക്റ്റഡ് ടു റീപ്ലേസ് ഏതാണ്? ഒൺലി ദി പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട്. ഈ ഒരു ആക്ട് മാത്രം മാറ്റാനാണോ? ഒൺലി ഫുഡ് റിലേറ്റഡ് ഓർഡേഴ്സ് സച്ച് ആസ് ദ മീറ്റ് ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ, ബോത്ത് ഫുഡ് റിലേറ്റഡ് ആക്ട്സ് ആൻഡ് ഓർഡേഴ്സ്, നൺ ഓഫ് ദി അബോവ്, ഇറ്റ് വാസ് ആൻ അഡീഷൻ ടു എക്സിസ്റ്റിംഗ് ലോസ്. ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ? ഞാൻ പറഞ്ഞു ഈ ആക്ട് വന്നപ്പോൾ എന്തിനാണ് റിപ്പീൽ ചെയ്യുക, എന്തിനാണ് കൊണ്ടുവന്നതൊക്കെ നമ്മളൊന്ന് മനസ്സിലൂടെ പോയാൽ നമുക്ക് പിന്നെ ഓപ്ഷൻ വായിക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കണം. ഒള്ളി ഇങ്ങനെ ചില സ്പെസിഫൈ ചെയ്തിരിക്കും, നോട്ട്, അങ്ങനെ കീവേഡ്സ് ഉണ്ടായിരിക്കും. ആ ഓപ്ഷൻ മനസ്സെന്താണ്, അതിൽ കറക്റ്റായിട്ട് മനസ്സ് അപ്ലൈ ചെയ്തിട്ട് ഇതാണോ ഒള്ളി എന്ന് പറയുന്നു. അപ്പോൾ ഇതല്ല, ഇത് മാത്രമായിട്ടല്ലല്ലോ. അപ്പോൾ ഏതാണ് കറക്റ്റായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആൻസർ വരിക എന്ന് നോക്കിയാൽ നമുക്ക് ബോത്ത് ഫുഡ് റിലേറ്റഡ് ആക്ട്സ് ആൻഡ് ഓർഡേഴ്സ് ആണ് വരുന്നത്. ഇത് ഇത് മാത്രമല്ല, ഇത് രണ്ടും വരുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് പ്രൈമറി ഫുഡ് അണ്ടർ ദി ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആക്ട്? പ്രൈമറി ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ്സ് ദാറ്റ് ആർ കൺസ്യൂംഡ് വിത്തൗട്ട് ഫർദർ പ്രോസസ്സിംഗ്, ഫുഡ്സ് ദാറ്റ് ആർ എസെൻഷ്യൽ ഫോർ ഹ്യൂമൻ സർവൈവൽ, ദ ഫസ്റ്റ് കോഴ്സ് ഓഫ് എ മീൽ. ഇതാണ് നമ്മൾ സൂപ്പ്, ഡിന്നറിന് പോകുമ്പോൾ ആദ്യം കുടിക്കുന്ന സൂപ്പ്, അതാണ് പ്രൈമറി ഫുഡ്. അതാണോ? അല്ല. അല്ലെങ്കിൽ ഫുഡ്സ് ദാറ്റ് ഹാവ് അണ്ടർഗോൺ സിഗ്നിഫിക്കൻറ്റ് പ്രോസസ്സിങ്, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രോസസ്സിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്ത റോ ആയിട്ടുള്ള ഫുഡാണോ? അല്ലെങ്കിൽ എന്താണ്
ഫർദർ പ്രോസസ്സിംഗ് ഒന്നുമില്ലാതെ കൺസ്യൂം ചെയ്യപ്പെടുന്ന ഫുഡാണോ, അല്ലെങ്കിൽ എന്താണ് ഹ്യൂമൻ സർവൈവലിന് വേണ്ടി അത്യാവശ്യം കഴിച്ച് ജീവിക്കാൻ കഞ്ഞിയും പയറുമാണോ ഇത് പ്രൈമറി ഫുഡ് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ ആദ്യം ചിന്തിക്കും. ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ഡെഫിനിഷൻ അറിഞ്ഞുകൂടെങ്കിൽ നമ്മളങ്ങനെ ഇല്ലേ ചിന്തിക്കും. പ്രൈമറി ഫുഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യത്തിന് ജീവിച്ചു പോകാനുള്ള ആഹാരം കഞ്ഞിയും പയറും ചമ്മന്തിയൊക്കെ ആയിരിക്കും, ആ രീതിയായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതല്ല, അല്ലെങ്കിൽ ഫസ്റ്റ് കോഴ്സ് ഓഫ് ദ മീലും അല്ല. നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ അവിടെ കിട്ടുന്ന ഫസ്റ്റ് കോഴ്സൊന്നുമല്ല. കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഫുഡ് ദാറ്റ് ആർ കൺസ്യൂംഡ് വിത്തൗട്ട് ഫർദർ പ്രോസസ്സിങ് ഇതാണ് പ്രൈമറി ഫുഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അണ്ടർ ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഷുറിങ് ഫുഡ് സേഫ്റ്റി ബൈ ദ ഗീവൺ ഓപ്ഷൻസ്? ഈ തന്ന ഓപ്ഷനിൽ നിന്നും ഫുഡ് സേഫ്റ്റി എൻഷുർ ചെയ്യേണ്ട ആരുടെ ഉത്തരവാദിത്തമെന്നാണ് ചോദ്യം. അത് ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് ആണോ, ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് ആണോ, ലോക്കൽ മുനിസിപ്പാലിറ്റികളാണോ, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫുഡ് ഓർഗനൈസേഷൻസ് ആണോ? ഏതാണല്ലോ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, ഓബ്വിയസ്ലി നമുക്ക് പറയാം ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിന് റോളുണ്ട്. എന്താണ്? ബിവെയർ എന്ന് പറയും, കാവിയറ്റ് എംറ്റർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, കൺസെപ്റ്റ് ഉണ്ട് അല്ലേ? ലെറ്റ് ദി കൺസ്യൂമർ ബി അവെയർ ഓഫ് വാട്ട് ഹീസ് പർച്ചേസിങ് എന്ന് പറഞ്ഞിട്ട് ലാറ്റിനാണ് കാവിയറ്റ് എംറ്റർ എന്ന് പറയാം. ലെറ്റ് ദി കൺസ്യൂമർ ബി അവെയർ, ലെറ്റ് ദി ബയർ ബി അവെയർ എന്ന് പറയുന്നൊരർത്ഥമാണ്. പക്ഷേ അതിനെക്കാട്ടി അത് നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. പക്ഷേ എൻഷുർ ചെയ്യുന്ന ഉത്തരവാദിത്വം ആർക്കാന്ന് ചോദിച്ചാൽ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ്. ഇതിൻ്റെ കൂടെ ആഡഡ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സാണ് ആൻസർ വരുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ പറയൂ, എളുപ്പമാണ്. ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇസ് ടാസ്ക്ഡ് വിത്ത്, നേരത്തെ ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവ് എന്താണ്? ടാസ്ക്ഡ് വിത്ത് എന്ന് ചോദിക്കാം. എന്ന് വെച്ചാൽ എന്താ ഒബ്ജക്റ്റീവ് എന്നാണ് അർത്ഥം. അപ്പോൾ അതിൽ പ്രൊമോട്ടിങ് ഓർഗാനിക് ഫുഡ് പ്രൊഡക്ഷൻ, ലേയിങ് ഡൗൺ സയൻസ് ബേസ്ഡ് സ്റ്റാൻഡേർഡ് ഫോർ ഫുഡ്, പിന്നെ ഡയറക്ട്ലി സെല്ലിംഗ് ഫുഡ് പ്രോഡക്ട്സ്, റെഗുലേറ്റിംഗ് ഇൻ്റർനാഷണൽ ഫുഡ് ട്രേഡ്. ഏതാണ് കറക്റ്റായിട്ട് വരിക? ലേയിങ് ഡൗൺ സയൻസ് ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഫുഡ്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ തന്നെ ആ ഫസ്റ്റ് ഭാഗത്തുള്ള എല്ലാ കാര്യവും നിങ്ങൾ കവർ ചെയ്യും, നിങ്ങൾ തറവായിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫുഡ് ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദ സ്കോപ്പ് ഓഫ് ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട്? ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആണോ, ലൈവ് അനിമൽസ് ബിഫോർ ഹാർവെസ്റ്റിംഗ് ആണോ, ഫുഡ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ പേഴ്സണൽ യൂസ് ആണോ, ഫുഡ് സോൾഡ് ഇൻ ഇൻഡർസ്റ്റേറ്റ് കൊമേഴ്സ് ആണോ? ഇവിടെ ലൈവ് അനിമൽസ് ബിഫോർ ഹാർവെസ്റ്റിംഗ് എന്നല്ല, ലൈവ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ബിഫോർ ഹാർവെസ്റ്റിംഗ്. മൃഗങ്ങളെ വിളവെടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പം മൃഗങ്ങളും പിന്നെ പ്ലാന്റ്സ് ബിഫോർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇത് മാർക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണും. ഇതിൻ്റെ ഉത്തരം ലൈവ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് പ്രയർ ടു ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷനിലൊരു മാറ്റം വന്നില്ല, പക്ഷേ ആൻസർ വരുമ്പോൾ തന്നെ ലൈവ് അനിമൽസ് ആൻഡ് പ്ലാൻ പ്രയർ ടു ഹാർവെസ്റ്റിംഗ് ആൻഡ് പ്ലാന്റ്സ് പ്രയർ ടു ഹാർവെസ്റ്റിംഗ്. ഹാർവെസ്റ്റിങ്ങിന് മുമ്പ്, വിളവെടുക്കുന്നതിന് മുമ്പുള്ള ചെടികളും ലൈവ് അനിമൽസ് ഒന്നും ഫുഡിൻ്റെ പരിധിയിലേക്ക് അല്ലെങ്കിൽ ആക്ടിൻ്റെ സ്കോപ്പിലേക്ക് വരുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തിനാണ് ഈ ബാക്കി നിയമമൊക്കെ റിപ്പീൽ ചെയ്തിട്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് വരുന്നത്? ദ നീഡ് ഫോർ മോർ സ്ട്രിക്റ്റ് പെനാൽറ്റി ആണോ, ഇൻഎഫിഷ്യൻസി ഓഫ് സ്റ്റേറ്റ് ലോ ആണോ, ദ നീഡ് ഫോർ എ യൂണിഫൈഡ് നാഷണൽ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആണോ, ഇൻക്രീസ് ഇൻ ഫുഡ് ബോൺ ഭക്ഷ്യവിഷബാധ കൂടിയതുകൊണ്ടാണോ ഈ നിയമം വന്നത്? ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം നിങ്ങൾ തിരഞ്ഞെടുക്കൂ. ദ നീഡ് ഫോർ എ യൂണിഫൈഡ് നാഷണൽ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്. ഇത് തന്നെയാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് വരാം. ബാക്കി എല്ലാം ശരിയാണ്. സ്ട്രിക്റ്റ് പെനാൽറ്റി വേണം, സ്റ്റേറ്റ് ലോസിൽ ഇൻഎഫിഷ്യൻസീസ് ഉണ്ട്, ഇൻക്രീസ് ഫുഡ് ഭക്ഷ്യവിഷബാധ കൊണ്ട് പല പല കാര്യങ്ങൾ വന്നു. പക്ഷേ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഓപ്ഷൻ യൂണിഫൈഡ് നാഷണൽ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെയാണ് ഈ ആക്ട് നിലവിൽ വന്നത്. പബ്ലിക് ഹെൽത്ത് സംബന്ധിച്ച് ഫുഡ് സേഫ്റ്റി ആക്ട് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ എൻഷുറിംഗ് ദ അവൈലബിലിറ്റി ഓഫ് മെഡിസിനൽ ഫുഡ്, regulating the quality of water for industrial use, ensuring the availability of safe and wholesome food for human consumption, promoting the export of food products. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് മനസ്സിൽ കാണാപ്പാഠമാണ്. അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലേക്ക് ആയി എന്ന് പറയുന്നത് എന്താണ്? മനസ്സിലായി എന്ന് പറഞ്ഞ് കാര്യം മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായി എന്ന് പറയുന്നത് ഉള്ളിലേക്ക് ബൈ ഹാർട്ട്. നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദിസ്ഥമാക്കുക, ഉള്ളിലത് പിക്ചറൈസ് ചെയ്ത് ആ ഒബ്ജക്റ്റീവ് ഇതാണ് എൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് ഉറപ്പിക്കുക. അങ്ങനെ ഉറപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. എന്താണ് ഇതിൻ്റെ ഉത്തരം വരിക? പബ്ലിക് ഹെൽത്തിന് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യും? ബൈ എൻഷുറിംഗ് ദി അവൈലബിലിറ്റി ഓഫ് സേഫ് ആൻഡ് ഹോൾസം ഫുഡ് ഫോർ
ഹ്യൂമൻ കൺസംഷൻ എന്നാണ് ഇവിടെ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കീ ഫീച്ചർ ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് അതോറിറ്റി ആക്ട്. എന്താണ് ഇതിൻ്റെ പ്രധാനമായ ഫീച്ചേഴ്സ്? അർബൻ ഏരിയ, ഇന്ത്യ ഒട്ടാകെ, സർട്ടൺ സ്റ്റേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ, ഫോക്കസ് എക്സ്ക്ലൂസീവ്ലി ഓൺ ദ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഫുഡ് പ്രോഡക്ട്സ്. അതുപോലെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഉത്തരം ആപ്ലിക്കബിൾ ത്രൂ ഔട്ട് ദി ഇന്ത്യ, ഹോൾ ഓഫ് ഇന്ത്യ ഇത് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇത് ഈ തന്ന ഓപ്ഷനിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ത്രൂ ഔട്ട് ദി ഇന്ത്യ. ഓക്കെ, വിച്ച് സെക്ടർ does the Food Safety and Standards Act explicitly exclude from its purview? Cosmetic industry, alcohol industry, pharmaceutical industry, farming sector, in specific context. Most appropriate answer has to be taken. നമുക്ക് മോസ്റ്റ് ചേർന്ന് വരുന്നത് ഫാമിംഗ് സെക്ടറാണ്. കാരണം ആക്ടിലൊക്കെ ഈ ഒരു വാക്കിൻ്റെ ഒരു മെൻഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ദ ഫാമിംഗ് സെക്ടറാണ്, ഇൻ സ്പെസിഫൈഡ് കോണ്ടെക്സ്റ്റാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. എക്സ്ക്ലൂഡ് ചെയ്തിട്ട് എക്സ്പ്ലിസിറ്റ്ലി നമുക്ക് വ്യക്തമാണ്, ഇതിനെ എക്സ്പ്ലിസിറ്റ്ലി ഇതിനെ എന്താണ് എക്സ്ക്ലൂഡ് ചെയ്തു. ആക്ട് അത് വാക്ക് നമുക്കതിൽ കാണാം. അതാണ് എക്സ്പ്ലിസിറ്റ്ലി എക്സ്ക്ലൂഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം എന്താണ് ദ ഫാമിംഗ് സെക്ടർ ഇൻ സ്പെസിഫൈഡ് കോണ്ടെക്സ്റ്റാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്തിനാണെന്നാണ് ചോദ്യം. ഒബ്ജക്റ്റീവ് മനസ്സിലുള്ള പോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ടു ലേ ഡൗൺ ദ സയൻസ് ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഫുഡ് സേഫ്റ്റി അല്ലേ, ശാസ്ത്രയുക്തമായ അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് ഫുഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരിക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ആക്ട് പ്രകാരം ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ദേ ആർ based on traditional practices. They are determined by each state individually. ഓരോ സംസ്ഥാനങ്ങളും അവരവരുടെ രീതിയിലാണ് ഫുഡ് ആ ഭക്ഷണങ്ങൾക്ക് അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് നിർണ്ണയിക്കുന്നത്. ദേ ആർ സയൻസ് ബേസ്ഡ്. ദേ ആർ ഓപ്ഷണൽ ഫോർ ദ ഫുഡ് ബിസിനസ്സസ് ടു ഫോളോ. അങ്ങനെയാണോ? ഏതാണ് മോസ്റ്റ് ആപ്റ്റായിട്ട് വരിക? ദേ ആർ സയൻസ് ബേസ്ഡ്. ഒബ്ജക്റ്റീവ്, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഒന്ന് ഊട്ടി ഉറപ്പിക്കുകയാണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ലക്ഷ്യം. അത് കറക്റ്റായിട്ട് വരും. ചിലപ്പം മോസ്റ്റ് പ്രോബബ്ലി വരാനും സാധ്യതയുണ്ട്, ക്വസ്റ്റ്യൻ വരാനും സാധ്യതയുണ്ട്, ഒബ്ജക്റ്റീവിൽ നിന്നും ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഈ നിയമപ്രകാരം ആർക്കാണ് ഹൂ ഈസ് ഹാവിങ് ദ അതോറിറ്റി ടു മേക്ക് റൂൾസ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, ദ സെൻട്രൽ ഗവൺമെൻറ്, ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഓർ ഫാമിലി വെൽഫെയർ. ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? സെക്ഷൻ 91 എന്ത് പറയുന്നു? ഇറ്റ് അലൗസ് ദി സെൻട്രൽ ഗവൺമെൻറ് ടു മേക്ക് റൂൾസ്. അപ്പം ഓപ്ഷൻ സി ആണ്, സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ദി പവർ ടു മേക്ക് റൂൾസ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് ഡസ് ദി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് എയിം ടു റെഗുലേറ്റ്? പാക്കേജ്ഡ് only traditional Indian foods, all types of foods intended for human consumption, foods for animal consumption. ഏതാണ് അപ്രോപ്രിയേറ്റ് ഉള്ള ആൻസർ? ഏതാണ് അപ്രോപ്രിയേറ്റ് ആൻസർ? അതാണ് ഇനിയുള്ള പരീക്ഷാ കാലഘട്ടങ്ങളിലേക്കെല്ലാം ഇനിയിപ്പോൾ ഓപ്ഷൻസ് പഴയതുപോലെ ഭയങ്കര എക്സ്ട്രീംലി ഡിഫറൻ്റ് ആയ ഓപ്ഷൻസ് വരണമെന്നില്ല. എല്ലാം സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസേഴ്സ് എമംഗ് ദി ഓപ്ഷൻസ് എന്നാണ് വരിക. അപ്പോൾ ഇതിൽ ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത് ഓൾ ടൈപ്സ് ഓഫ് ഫുഡ് ഇൻറ്റൻഡഡ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 ഇറ്റ് വാസ് എ റെസ്പോൺസ് ടു. എന്തിനാണ് ഈ ആക്ട് ഒരു ഉത്തരമായിട്ട് വന്നത്? എ സിംഗിൾ ഔട്ട് ബ്രേക്ക് ഓഫ് ഫുഡ് ബോൺ ഇൽനെസ് ആണോ? ഭക്ഷ്യവിഷബാധ സംബന്ധിച്ച് വന്നതാണോ? എ നീഡ് ഫോർ ഹാർമണൈസേഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അക്രോസ് ഇന്ത്യ. ഇന്ത്യ ഒട്ടാകെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സൊക്കെ ഒരു ഹാർമണൈസേഷൻ, ഒരു ബാലൻസിൽ കൊണ്ടുവരാനാണോ? എ സ്പെസിഫിക് റിക്വസ്റ്റ് ഫ്രം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടനയുടെ ഒരു റിക്വസ്റ്റ് മുഖാന്തരമാണോ അത് കൊണ്ടുവന്നത്? പ്രഷർ ഫ്രം ഫുഡ് ഇമ്പോർട്ടേഴ്സ്, ഫുഡ് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അവരുടെ പ്രഷർ അതുകൊണ്ടാണോ? അവർ നമ്മൾ മേൽ ചെലുത്തിയ സമ്മർദ്ദം കൊണ്ടാണോ നിയമം വന്നതെന്നാണ് ചോദ്യം. കറക്റ്റായിട്ടുള്ള ഉത്തരം നിങ്ങൾക്കറിയാം. ദ നീഡ് ഫോർ ഹാർമണൈസേഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അക്രോസ് ഇന്ത്യ. ഇതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡസ് ദി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 എക്സ്ക്ലൂഡ് ഫ്രം ഇറ്റ്സ് കവറേജ്? ഈ പറയുന്ന ഓപ്ഷനിൽ നിന്നും ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ടിൽ ഏതിനെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്? എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്ന ഏതിനെയാണ്? റെസ്റ്റോറൻറ്റ് ആൻഡ് ഹോട്ടൽസ് ആണോ? ക്രോപ്സ് ആൻഡ് ലൈഫ് സ്റ്റോക്ക് ബിഫോർ ഹാർവെസ്റ്റിംഗ് ആണോ? ഫുഡ് സോൾഡ് ഇൻ ലോക്കൽ മാർക്കറ്റ്സ് ആണോ? പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ ആണോ? ഏതാണ്? നമുക്ക് വ്യക്തമായ ഡെഫിനിഷൻ, അതിൻ്റെ ഒബ്ജക്റ്റീവ്, അത് കഴിഞ്ഞിട്ട്
സ്കോപ്പ് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു എക്സ്ക്ലൂഡഡ് ലൈവ് അനിമൽ അല്ലേ, അനിമൽ ഫീഡ്സ്, ദെൻ ക്രോപ്സ് ആൻഡ് ലൈവ് സ്റ്റോക്സ് ബിഫോർ ഹാർവെസ്റ്റിംഗ്. ഇതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? ഈ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. എന്ന് നോക്കൂ. ഫുഡ് സേഫ്റ്റി ആക്ട് എന്തിനാണ് എനാക്ട് ചെയ്തത് എന്ന് പറയുന്നത് 2006 എനാക്ട് ചെയ്യപ്പെട്ടു. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇത് പ്രോസസ്ഡ് ഫുഡ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു ദ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് വാസ് റിപ്പീൽഡ് ബൈ ദി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006. ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയായിട്ട് വരിക? 1 and 2 ആണോ, 1 and 3 ആണോ, 1 മാത്രമാണോ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയല്ല? ഏതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ബി 1 and 3. 1 and 3 ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ഇത് നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്? ഇൻകറക്റ്റ്, ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം എന്താ? The Food Safety Standards Authority of India is responsible for laying down science-based standards for articles of food. Okay. The Food Safety Standards Act applies to the whole of India, including Jammu and Kashmir. Okay. Under the FSSA Act, animal feeds are regulated alongside food intended for human consumption. ഓക്കെ, ഈ 3 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. ഉത്തരം നമുക്കറിയാം. ഇതാണ് 3 ഉള്ളേ. ഇത് കണ്ട് ജമ്മു കാശ്മീരിൻ്റെ പേര് പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഇത് മാർക്ക് ചെയ്ത് ശ്രദ്ധിക്കാതെ മാർക്ക് ചെയ്ത് പോകരുത്. പ്രത്യേകം പറയുന്നു ഇൻക്ലൂഡിങ്. പിന്നെ ഇൻകറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, പക്ഷേ ഇത് ശരിയല്ല. അലോങ് സൈഡ് എന്താണ്? അനിമൽ ഫീഡ്സിനെ എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സോ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് 3 ഓൺലി. അതാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. FSSA വാസ് എനാക്റ്റഡ് ടു പ്രൊമോട്ട് ഓർഗാനിക് ഫാമിംഗ് എക്സ്ക്ലൂസീവ്ലി ആണോ? ജനറ്റിക്കലി എഞ്ചിനീയർ ഫുഡ്സ് ആർ ഫോൾ അണ്ടർ ദ purview ഓഫ് FSSA ആക്ട്. സെക്ഷൻ 91 ഡീൽസ് വിത്ത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് അതോറിറ്റി. ഏതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ? നിങ്ങൾ പറയൂ, ഏതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരം വരിക. 2 ഓൺലി. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക അല്ലേ? എന്താണ് ഇതിന് ഫാമിംഗ്, ഓർഗാനിക് ഫാമിംഗ് എക്സ്ക്ലൂസീവ്ലി ഓർഗാനിക് ഫാമിങ്ങിന് വേണ്ടിയല്ല. സെക്ഷൻ 91 എന്താ? റൂൾസ് ഫ്രെയിം ചെയ്യാനാണുള്ളത്. ഓക്കെ, അപ്പോൾ തറവാകും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ പഠിച്ച കാര്യങ്ങളൊന്ന് ബ്രഷപ്പ് ചെയ്യാനൊക്കെ സഹായിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഊട്ടി ഉറപ്പിക്കുക എന്ന് പറയുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്? ഇൻകറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഈസ് ടാസ്ക്ഡ് വിത്ത് റെഗുലേറ്റിംഗ് ദ പ്രൈസിംഗ് ഓഫ് ഫുഡ് പ്രോഡക്ട്സ്. 2, ദ പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ ഇസ് നോട്ട് കവേർഡ് അണ്ടർ ദി സ്കോപ്പ് ഓഫ് FSSA. പിന്നെ ഓൾ പ്രീവിയസ് ഫുഡ് റിലേറ്റഡ് ലോസ് വെർ റിപ്പീൽഡ് വിത്ത് ദി എനാക്ട്മെൻറ്റ് ഓഫ് FSSA. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ശരിയല്ലാത്തത്, ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏത് എന്നാണ് ചോദ്യം. ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതെന്നാണ് ചോദ്യം. അപ്പം 1 and 2 ആണോ, 3 മാത്രമാണോ? 1 and 2 വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ നൺ ഓഫ് ദീസ് ആണോ? ഏതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്നാണ് ചോദ്യം. ഇൻകറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്ന് ചോദിക്കണം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇൻകറക്റ്റ് ഇല്ല. പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ നോട്ട് കവേർഡ്, അത് ശരിയാണോ? അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഉത്തരം ഇതൊന്ന്. പിന്നെ ഈ സ്റ്റാർസ് റെഗുലേറ്റിംഗ് ദ പ്രൈസിംഗ് ഓഫ് ഫുഡ് പ്രൊഡക്ട്സിന് വേണ്ടിയിട്ടാണോ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി വന്നത്? അല്ല. അപ്പോൾ 1 and 2 ആർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ദെയർഫോർ ദി ആൻസർ ഈസ് ബോത്ത് 1 and 2. നമുക്ക് ഇവിടെ 1 and 3. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏത്? ദ പ്രൊവിഷൻ ഓഫ് ദി ആക്ട് does not apply to any farmer or farming operation. കറക്റ്റാണോ? കറക്റ്റാണ്. കറക്റ്റായ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ദെൻ ഇത് ഡിക്ലെയർ ഇറ്റ്സ് എക്സ്പീഡിയൻറ്റ് ഫോർ ദ യൂണിയൻ ടു ടേക്ക് കൺട്രോൾ ഓഫ് ദി ഫുഡ് ഇൻഡസ്ട്രി. കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്ഷൻ 2. പിന്നെ focuses solely on the regulation of food distribution, does not concern itself with food safety standards. ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാ വരിക? വിച്ച് ആർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദ്യം. അതിൽ
ഓപ്ഷൻ 1 and 2 ആണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഇതിൽ വരിക. ഓക്കെ, നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് ഏകദേശം നമ്മൾ പഠിച്ച കാര്യത്തിൻ്റെ നല്ല രീതിയിലുള്ള ഒരു തറോ ക്വസ്റ്റ്യൻ വർക്ക് പ്രാക്ടീസ് നമ്മൾ കണ്ടു. ഇത് ബേസ് ചെയ്ത് ഇനിയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടി വരും. ആ ഒബ്ജക്റ്റീവ്, ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ് സ്കോപ്പ് നല്ലവണ്ണം അതിലൂടെ ഒന്ന് കടന്നു പോവുക, വായിക്കുക, ഹൃദിസ്ഥമാക്കുക, മനസ്സിലാക്കുക. തുടർന്ന് ഇനിയുള്ള ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം.